ഹായ്, കിസ്മത്ത് വാലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി ബീഫ് പെപ്പർ ഫ്രൈ ആണ്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ബീഫ്, ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും ഇട്ട് വേവിച്ച് വെച്ചതാണ്. അതിലേക്ക് ചെറിയ ഉള്ളി വേണം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, മല്ലിയില, തേങ്ങാക്കൊത്ത്. ഇനി നമുക്ക് തയ്യാറാക്കാം. പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. അതിലേക്ക് പെരുംജീരകം ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. കാരണം ഓൾറെഡി നമ്മൾ ഉപ്പിട്ടാണല്ലോ വേവിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യണം. അടച്ചു വെച്ച് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിക്കാം. ഇനി തുറന്ന് നോക്കാം. ഒരിക്കൽ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരിക്കൽ കൂടെ ഒന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിക്കാം. റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് വേവിച്ച് ബീഫ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. മീറ്റ് മസാല ഇട്ട് കൊടുക്കാം. ഗരം മസാല ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഫ്രൈ ആക്കണം. ആ വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് വരട്ടിയെടുക്കണം. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇനി തുറന്ന് നോക്കാം. വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നന്നായിട്ട് ഫ്രൈ ആക്കി കൊടുക്കണം. ആ മസാലയൊക്കെ നല്ല മൂത്ത് ഒരു നല്ലൊരു മണം വരുന്നുണ്ട്. ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. ബീഫ് പെപ്പർ ഫ്രൈ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഇത് മസ്റ്റായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റിയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി കഴിക്കുകയും കൂടി ചെയ്യണം. എല്ലാവർക്കും ഷെയർ ചെയ്യണം കേട്ടോ.